എൻ്റെ പേര് മേഴ്സി എന്നാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇതെൻ്റെ മകൻ, എൻ്റെ ഭർത്താവ്. ഞാനിവിടെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തിൻ്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. 2020 കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു. അത് നാവിൽ തൈലം, മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു 2 വർഷക്കാലം അങ്ങനെ അങ്ങോട്ട് പോകുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും കാണിച്ചില്ല. ഒരു 8 mm ആയിരുന്നു അതിൻ്റെ നീളം. ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ച് അപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്യണ കാര്യം പറഞ്ഞെങ്കിലും അതിനായിട്ട് മുതിർന്നില്ല. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടുകയും സ്ഥിരമായിട്ട് ചെയ്തിരുന്നു. ഒരു ദിവസം രാത്രി 10 മണിയായപ്പോഴത്തേക്കും വേദന വന്നിട്ട് ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല, യൂറിൻ പോകണില്ല, മൂത്ര തടസ്സം കാരണം മൂത്രം പോകാതെ വയറ് വീർത്ത്. അങ്ങനെ പെട്ടെന്ന് രാത്രി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അവിടെ അവരെടുത്തില്ല. നേരെ ലിസി ഹോസ്പിറ്റലായിട്ടാണ് കൊണ്ടുപോയി അവിടെ എത്തി. അപ്പം തന്നെ അവർ യൂറിൻ എടുക്കുക എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബോർഡയിലോട്ട് കിടത്തിയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപയായിട്ടാണ് കൊടുത്തു വിട്ടിച്ചത്. അടുത്തുനിന്ന് ബോർഡയിൽ കിടന്ന് ആ സമയം ആ ബ്ലാഡർ പൊട്ടി യൂറിൻ ഒന്നും ചെയ്യാതെ തന്നെ, ഡോക്ടറും സിസ്റ്റേഴ്സ് ഒന്നും ചെയ്യാതെ തന്നെ മുണ്ടെല്ലാം നനഞ്ഞു പോകത്തക്ക രീതിയിൽ മൂത്രം തന്നെത്താൻ തന്നെ പൊട്ടിപ്പോയി. അപ്പോൾ അവർക്ക് തന്നെ അതിശയമായിരുന്നു. ഇനിയൊന്നും ചെയ്യേണ്ടില്ല മോനെ, കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് അവരോടൊന്ന് പറഞ്ഞിരിക്കണം എന്നത് ഏറ്റവും വലിയൊരു അത്ഭുതമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വരെ യാതൊരുവിധ 2 വർഷമായത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കാണിച്ചിട്ടില്ല. മൂത്ര തടസ്സമോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൂടാതെ രണ്ടാമത് 2022 ഒരു മൂക്കിൽ ഹസ്ബൻഡിന് തന്നെ മൂക്കിൽ ദശവളർച്ച ഉണ്ടായി. മൂക്കടപ്പാണ് തുടങ്ങിയത്. അത് നേരെ ENT 2-3 ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ച് എല്ലാവരും ഓപ്പറേഷൻ ചെയ്യണ കാര്യം പറഞ്ഞിട്ട് ഹോമിയോ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്ത് അതും ചെയ്തില്ല. വീണ്ടും മൂക്ക് പഴുപ്പ് വരാൻ തുടങ്ങി. മൂക്കിന് മാംസം പച്ച മാംസം ചീഞ്ഞാലുള്ള മണമായിരുന്നു മൂക്കിൽ നിന്ന് വന്ന ആ വെള്ളത്തിനുണ്ടായത്. നമുക്ക് തന്നെ തോന്നിയത് എങ്ങനെയാണ് സഹിച്ച് നടക്കണമെന്ന്. ആകെ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് 2 നേരവും ഒരു തുള്ളി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആവി കൊള്ളിക്കുമായിരുന്നു. ഉടമ്പടി തൈലം മൂക്കിൻ്റെ ഉള്ളിൽ പുരട്ടുമായിരുന്നു. ചെറുവിരൽ നെറ്റിക്ക് കുരിച്ചിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. ചെറുവിരലിൽ അയാളുടെ കൈകൊണ്ട് തന്നെ 2 മൂക്കിലും പുരട്ടിക്കുമായിരുന്നു. അങ്ങനെ ഒരു 6-8 മാസക്കാലം അതിങ്ങനെ തുറന്നുകൊണ്ടിരുന്നു. അല്ലാതെ ഓപ്പറേഷൻ ചെയ്യാൻ നിന്നില്ല. മറ്റൊരു മരുന്നുകളും വീണ്ടും ഉപയോഗിക്കേണ്ടി വന്നില്ല. മാതാവിൻ്റെയും ഈശോൻ്റെയും അനുഗ്രഹം കൊണ്ട് ഒരു ഓപ്പറേഷനും കൂടാതെ അത് പൂർണ്ണമായി സുഖപ്പെട്ട്. അത്രയും ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ച് ആ മൂക്കടപ്പും രാത്രി ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് മൂക്ക് ചീറ്റയും തുമ്പയും എല്ലാം ചെയ്യുമായിരുന്നു. അയാൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാം സഹിക്കാനുള്ള ശക്തി മാതാവ് കൊടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ വരെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇനി മകൻ്റെ കാര്യം മോൻ തന്നെ പറഞ്ഞോളൂ, മോൻ്റെ ജോലി സംബന്ധമായുള്ള കാര്യങ്ങൾ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് തോമസ് മാക്സ്. എനിക്ക് 42 വയസ്സുണ്ട്. ഞാൻ ഓഫ് ഷോർ 2010 തൊട്ട് 15 വരെ ഓഫ് ഷോർ ടെക്നീഷ്യനായിട്ടൊരു സർവേ കമ്പനിയുടെ ടെക്നീഷ്യനാണ്. ഞങ്ങൾക്ക് 6 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ വരാം. 6 ആഴ്ച ജോലി, 6 ആഴ്ച വീട്. അങ്ങനെ സ്ഥിരമായ ജോലി ഒരു 15 വരെ സുഖമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു പെട്ടെന്ന് എനിക്ക് ജോലി നഷ്ടപ്പെട്ട്. പിന്നെ ഒരു വർഷത്തോളം ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം ആ കമ്പനി തന്നെ കോൺട്രാക്റ്റിൽ വിളിച്ച്. അപ്പോൾ കോൺട്രാക്റ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥിരപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ പോയി. അതിനുശേഷം അമ്മച്ചി 2019 ഉടമ്പടി എടുത്തത്. അപ്പോഴും അതിലൊരു ആവശ്യം ഇതായിരുന്നു, എൻ്റെ ജോലി സ്ഥിരപ്പെടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതും സാധിക്കുമെന്നുള്ള രീതിയിൽ വിശ്വാസത്തിൽ അങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയിട്ട് ഒരു കുറച്ച് നാൾ, ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ടും സാധിക്കാതെ ഇപ്പോൾ എനിക്കും ബുദ്ധിമുട്ടായി. അങ്ങനെയാണ് ഞാൻ രാവിലെ എല്ലാ ദിവസവും രാവിലെ സ്ഥിരമായിട്ട് വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തുടങ്ങി. അത് തുടങ്ങി കൃത്യമായിട്ട് എത്ര നാളെടുത്ത് എന്ന് ഞാൻ ഓർക്കില്ല. ഈ കഴിഞ്ഞ 2024 ഫെബ്രുവരിയിൽ എന്നെ കമ്പനി അറിയിച്ച് സ്ഥിരപ്പെടുത്താൻ അതിൻ്റെ ലിസ്റ്റിൽ പേര് വന്ന് ഫെബ്രുവരിയിൽ എടുക്കും എന്നും പറഞ്ഞ്. അപ്പോൾ ഓൾറെഡി ഞാൻ കോൺട്രാക്റ്റിംഗ് കമ്പനിയായിട്ട് ആ ട്രിപ്പിൻ്റെ 6 ആഴ്ചത്തെ കോൺട്രാക്റ്റ് ഓൾറെഡി ഞാൻ സൈൻ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ കമ്പനിക്ക് അത് കഴിഞ്ഞതിന് ശേഷമേ നിന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള പിന്നീട് അറിയിച്ച്. അപ്പോൾ അത് ഫെബ്രുവരിയിൽ പോയി, മാർച്ച് അവസാനം വീട്ടിൽ വന്ന് ഏപ്രിലിൽ കയറാം എന്നുള്ള രീതിയിലായിരുന്നു ഞാനും പോയത്. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ അടുത്ത ജോബിന് വേണ്ടിയിട്ട് കാനഡയിലായിരുന്നു അടുത്ത പ്രൊജക്റ്റ്. അതിന് വേണ്ടി TB ടെസ്റ്റ് ചെയ്യണമായിരുന്നു, ഒരു കമ്പൽസറി ആയിരുന്നു. അപ്പോൾ ആ പ്രൊജക്റ്റ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ നമീബിയയിലായിരുന്നു അന്ന് സൈൻ ഓഫ്. അവിടെ നിന്ന് ഇറങ്ങി ബ്ലഡ് സാമ്പിൾ എടുത്ത് TBയുടെ കോണ്ടഫ്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാമ്പിൾ എടുത്ത് കൊടുത്ത് ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ ഏപ്രിലിൽ
എത്തി 3-4 ഒരാഴ്ചക്കുള്ളിലായിട്ട് കമ്പനിയിൽ നിന്ന് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മെയിൽ വന്ന് TB പോസിറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഫെർദർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ ടെസ്റ്റ് ചെന്നിട്ട് മെഡിക്കൽ ടെസ്റ്റിൽ നിന്ന് പിന്നെ എന്നെ അമൃതയിലേക്ക് വിട്ട്. TB അമ്മച്ചി പറഞ്ഞ് ഞാൻ അപ്പോഴും അറിഞ്ഞ്. എനിക്ക് കുഞ്ഞിലെ 5 വയസ്സുള്ളപ്പോൾ ആ ഒരു സമയത്തൊരു TB വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അമൃതയിൽ പോയി കാര്യം പറഞ്ഞ് അവിടെയും 2 ടെസ്റ്റ്, കോണ്ടഫ്രോൺ ടെസ്റ്റ് ബ്ലഡും പിന്നെ മാൻതോക്സ് എന്നും പറഞ്ഞ് കബോർഡ് ടെസ്റ്റ് ചെയ്യണം. ആ 2 ടെസ്റ്റും ചെയ്ത് 2ലും പോസിറ്റീവാണ്. പിന്നെ ചെസ്റ്റിൻ്റെ CT സ്കാൻ ചെയ്ത്, അപ്പോൾ അതിലും റൈറ്റ് സൈഡിലെ ചെസ്റ്റിൽ ഒരു ടെക്നിക്കൽ ടേം ഉണ്ട്, അതുപോലെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ബ്രോങ്കോസ്കോപ്പി ചെയ്യണം. അതൊക്കെ അപ്പോൾ സമയം എല്ലാ ടെസ്റ്റും ചെയ്ത് റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾ വായു പിടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ കമ്പനി അപ്പോൾ എന്നെ എംപ്ലോയി ആയിട്ട് എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏപ്രിൽ കഴിഞ്ഞ് കമ്പനി ഇതൊക്കെ ഉണ്ടായെങ്കിലും ഭാഗ്യത്തിന് അപ്പോഴും ഞങ്ങളെല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ ഭാഗ്യത്തിന് ദൈവ അനുഗ്രഹം കൊണ്ട് മെയ് 1 ഈ TB ഉണ്ടെങ്കിലും അതിൻ്റെ ടെസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണമെങ്കിലും കമ്പനി എന്നെ എംപ്ലോയി ആയിട്ട് എടുക്കുകയും തുടർന്ന് ഡോക്ടറിൻ്റെ അടുത്ത് അമൃതയിൽ തന്നെ അതിൻ്റെ ഫെർദർ ഇതിന് പോയി എൻഡോസ്കോപ്പിയുടെ റിസൾട്ട് വന്ന് ഇതിനിടയ്ക്ക് തന്നെ എല്ലാം ഒരുമിച്ചാണല്ലോ, എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പുറകെ നമുക്ക് എന്തെങ്കിലും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പനി വരികയും നമ്മുടെ സാധാരണ നാട്ടിൽ വരുന്ന പോലെ വൈറൽ ഫീവർ വരികയും അപ്പോഴൊക്കെ അമ്മച്ചി പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കളൊക്കെ തന്ന് ഒരു ദിവസം രാവിലെ ഞാൻ പല്ല് തേക്കാൻ വേണ്ടി ബാത്റൂമിലിരിക്കുമ്പോൾ തല കറങ്ങണ പോലെ എനിക്കിങ്ങനെ തോന്നി. അപ്പോൾ നമുക്ക് ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ, ഇതെനിക്ക് തോന്നിയതാണ്, കുഴപ്പമൊന്നും ഇല്ലെന്നുള്ള രീതിയിൽ നിൽക്കലും പെട്ടെന്ന് തലറങ്ങി, ഞാൻ ഒറ്റക്കാണ് ബാത്റൂമിൽ, വാതിലെങ്ങനെയോ അടച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ തലറങ്ങി വീഴുകയും നമ്മളുടെ ടാപ്പ് വന്ന് എങ്ങനെ വീണെന്നറിയ, തലയൊന്നും അടിച്ചുകൊണ്ടില്ല, ടാപ്പിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ത് സംഭവിച്ചെന്ന് ഓർമ്മയില്ല. ഓർമ്മ വരുമ്പോൾ എൻ്റെ മുഖത്ത് വെള്ളം തെറിച്ച് വീണതാണ്, എനിക്ക് വെള്ളം തെറിച്ച് വീണുകൊണ്ടിരിക്കണതാണ്. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് ടാപ്പ് ഒടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒച്ചയിട്ട് അമ്മച്ചിയും അപ്പച്ചനും വൈഫും എല്ലാവരും ഓടി വന്ന് മാതാവിൻ്റെ മെഡൽ അപ്പം എൻ്റെ മേത്ത് ടീഷർട്ടും അമ്മച്ചി കുത്തി വെച്ചിട്ടുണ്ട്. പനി തീരെ വയ്യായിരുന്നു ആ ദിവസങ്ങളിൽ. അപ്പോൾ നോക്കുമ്പോൾ എനിക്കിവിടെ വേറെ പൊട്ടലും ഒന്നുമില്ല, ഒരു ചുമപ്പ് പാട് അടിച്ച് വീണതിൻ്റെ, ടാപ്പ് ഒടിഞ്ഞു പോവുകയും ചെയ്ത് ആ ഫിറ്റിങ്ങിൻ്റെ അവിടെ നിന്ന്. പിന്നെ അപ്പച്ചൻ പോയി വാൽവൊക്കെ പൂട്ടി. അങ്ങനെ അതൊരു അത്ഭുതം അവിടെ ആ സമയത്ത് സംഭവിച്ച്. അതോടൊപ്പം അതിന് ശേഷമായിട്ട് അതിന് പുറകെ തന്നെ ഈ ബ്രോങ്കോസ്കോപ്പി ചെയ്തതിൻ്റെ റിസൾട്ട് വന്ന് അതിന് നെഗറ്റീവാണ്, അതിൽ ആക്റ്റീവ് TB ഇല്ല എന്നും പറഞ്ഞ് പിന്നെ ഡോക്ടർ റിപ്പോർട്ട് തരികയും അത് കമ്പനിക്ക് അയച്ചു കൊടുക്കുകയും തിരിച്ച് തന്നെ അതുവരെ ഞാൻ അപ്പോൾ 2 മാസം അപ്പോൾ സ്റ്റാൻഡ് ബൈ ആയിരുന്നു. ഈ റിസൾട്ട് വന്ന് കൺഫേം ആയിട്ട് ഡോക്ടറിൻ്റെ റിപ്പോർട്ട് കിട്ടിയാലേ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് കമ്പനി പറഞ്ഞു. അപ്പോൾ അതുവരെ സ്റ്റാൻഡ് ബൈ ആയിട്ട് 2-2.5 മാസത്തോളം ഞാൻ വീട്ടിലിരിക്കുകയും അതിനിടയ്ക്ക് എന്നെ കമ്പനി ഇത് TB ആയിരുന്നെങ്കിലും എന്നെ കമ്പനി എംപ്ലോയി ആയിട്ട് എടുത്ത്. അപ്പോൾ ഇതെല്ലാം ആ ഒരു കുറഞ്ഞ 2-3 മാസത്തിനുള്ളിൽ ഈ 3 കാര്യങ്ങൾ എനിക്കങ്ങനെ സംഭവിച്ചായിരുന്നു. ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദി. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ എല്ലാ മാസവും തന്നെ ഇവിടെ 2ാമത്തെ ഞായറാഴ്ച വരാറുണ്ട്. അപ്പോൾ ഓരോ 2 കെട്ട് പത്രം വാങ്ങിക്കൊണ്ട് പോകും. ഓട്ടോ സ്റ്റാൻഡിലും അടുത്തുള്ള വീടുകളിലും പള്ളികളിലുമായിട്ട് എല്ലാ മാസവും ഇത് കൊടുക്കാറുണ്ട്. അച്ഛൻ്റെ ടോക്ക് അന്നത്തെ ദിവസത്തെ കേട്ടിട്ടായിരിക്കും ഇവിടുന്ന് പോകുന്നത്. പിന്നെ വൃദ്ധസദനത്തിൽ പോവാറുണ്ട്, അനാഥാലയങ്ങളിൽ പോവാറുണ്ട്, ക്യാൻസർ സെൻ്ററിൽ ഭക്ഷണം കൊടുക്കുകയും പൈസയായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലും എല്ലാ മാസവും ചോറ് പൊതിയായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ മാതാവിൻ്റെ ഒരു സുഗന്ധാഭിഷേകം എനിക്ക് പല പ്രാവശ്യമായിട്ടുണ്ടായിട്ടുണ്ട്. ജപമാല ചെല്ലുമ്പോഴും ഞാൻ പള്ളിയിലോട്ട് നടന്ന് പോകുന്ന എല്ലാ ദിവസവും രാവിലെ ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക് എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിച്ചിട്ടുണ്ട്. ഉറക്കത്തിൽ ഒരു പ്രാവശ്യം അമ്മയും ഉണ്ണിയും എൻ്റെ സന്നിധിയിൽ വന്ന് എനിക്കത് ഓർക്കത്തിൽ അത് കാണാൻ പറ്റി. എന്നോട് എഴുതി ചോദിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതിലൂടെ ഞാൻ ദിവസവും ഇവിടുത്തെ ഒരു സിസ്റ്ററിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും മാതാവിനെ തിരികെത്തിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് അതിനുശേഷം ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ ഇവിടെയാണെങ്കിലും അടുത്തുള്ള പള്ളിയിലാണെങ്കിലും മാതാവിൻ്റെ മിക്കവാറും തന്നെ തീ കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടി നന്ദി പറയുന്നു. അമ്മയുടെ അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനാ ജീവിതം, ഞാൻ ജപമാല വീടുകളിൽ ഒഴിയാറില്ല. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഞങ്ങളെല്ലാവരും കൂടി ചെല്ലും. ഉടമ്പടി പ്രാർത്ഥന അതിനുശേഷം എല്ലാവരും കൂടി ചെല്ലും. ബൈബിൾ വായന എല്ലാ ദിവസവും അരമണിക്കൂറല്ല, ഞാൻ 1 മണിക്കൂറോളം ഞാൻ വായിക്കും.
പുതിയ നിയമം കംപ്ലീറ്റ് തീർന്ന് പഴയ നിയമം 2 അധ്യായം കൂടിയുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഞാൻ വായിച്ച് തീർക്കാറുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ചില അധ്യായങ്ങൾ ഞാൻ നിരന്തരം എല്ലാ ദിവസവും തന്നെ വായിക്കും. മാതാവിൻ്റെ സ്തോത്രഗീതം എല്ലാ ദിവസവും രാവിലെ എണീറ്റ് വായിക്കും. ജപമാല എല്ലാ ദിവസവും തന്നെ ഉച്ചയ്ക്കും വെളുപ്പിനുമൊക്കെ ആയിട്ട് ഒരു ദിവസം 8-10 ജപമാല ഞാൻ ചെല്ലാറുണ്ട്. ഇതെല്ലാം ഈ ഉടമ്പടിക്ക് ശേഷം, ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇത്രയെല്ലാം പ്രാർത്ഥനയും ഇതും എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയത്. എൻ്റെ ഭർത്താവ് അത് തന്നെ എല്ലാവരും തന്നെ ബൈബിൾ വായിക്കാറുണ്ട്, പ്രദക്ഷിണ പ്രാർത്ഥന ചെല്ലാറുണ്ട്. പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഇനിയും പ്രാർത്ഥനാ ജീവിതത്തിലൂടെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. വേറെ കാര്യങ്ങളൊന്നും സഹിച്ചില്ലെങ്കിലും ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു. നിയമാവർത്തന പുസ്തകം 7:9 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. മേഴ്സി എന്ന മകളും തൻ്റെ കുടുംബവും ജീവിത പങ്കാളിയും മകനും ഒരുമിച്ച് ഇവിടെ വന്ന് കുടുംബത്തിൽ ഓരോരുത്തർക്കും ലഭിച്ച കൃപകൾ, പ്രത്യേകിച്ച് തൻ്റെ ഹസ്ബൻഡിന് ലഭിച്ച സൗഖ്യാനുഭവങ്ങൾ, തൻ്റെ മകൻ്റെ ജോലി സ്ഥിരത, അതുപോലെ ഇന്ന് കുടുംബം എങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ദൈവസ്നേഹത്തിൽ അഭിവൃദ്ധിപ്പെട്ട് പ്രാർത്ഥനയുടെ ഒരു ജീവിതവും പ്രാർത്ഥനാ അന്തരീക്ഷവും തങ്ങൾക്ക് എങ്ങനെ ലഭിച്ചു, ഇതൊക്കെയാണ് നാം കേട്ടത്. അങ്ങനെ അചഞ്ചലമായ തൻ്റെ ഉടമ്പടി പാലിക്കുന്നവരോട് വിശ്വസ്തനായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ, അതാണ് തിരുവചനവും നമ്മോട് പറയുക. ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയുള്ള സൗഖ്യാനുഭവങ്ങൾ ഇന്ന് ഈ അൾത്താരയിൽ ഇതിപ്പോൾ നാം കേൾക്കുമ്പോൾ ഓരോ അനുഭവങ്ങളിലും നമുക്കത് പ്രകടമായിട്ട് കേൾക്കുവാൻ കഴിയുന്നു. ദൈവം നാം ഉപയോഗിക്കുന്ന ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ദൈവം പ്രവർത്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ വിശുദ്ധ ബലി അർപ്പണത്തിന് ശേഷം വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു തരുന്നതാണ് ഓരോ ഉടമ്പടി നേർച്ച വസ്തുക്കളും. ബഹുമാനപ്പെട്ട അച്ഛൻ തന്നെ പറയുന്നുണ്ട്, അച്ഛൻ്റെ തെദേവം എന്ന പുസ്തകത്തിലും അതുപോലെ തന്നെ ഉടമ്പടി പദ്ധതിയും പ്രയോഗവും എന്നുള്ള ഒരു പുസ്തകത്തിലുമൊക്കെ പറയുന്നുണ്ട്, അച്ഛന് തന്നെ അറിയില്ലായിരുന്നു എന്താണ് ഈ ഓരോ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ കൊണ്ട് എന്താണ് അതിൻ്റെ ഉപയോഗമെന്ന്. എന്നാൽ അമ്മ അച്ഛനോട് ഓരോന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ബൈബിളെല്ലാം ഇതിനെ ആസ്പദമാക്കിയാണ്, അതായത് ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം, ഇതെല്ലാം ഓരോന്നും ബൈബിളിലുണ്ട്. അപ്പോൾ ഇത് ബൈബിൾ ആസ്പദമാക്കിയുള്ള നേർച്ച വസ്തുക്കളുടെ ഉപയോഗം തന്നെയാണ് നമുക്കിവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ നാം ചെയ്യുന്നത്. നമ്മുടെ കരങ്ങളെ അച്ഛൻ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഉടമ്പടി ആരാധനയിൽ. നമ്മോട് തന്നെ അങ്ങനെയാണ് നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടി തന്നെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ അത് കൃപയായിട്ട് വരുന്നത്. അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഔഷധമാണെന്നും അത് ആയുധമാണെന്നുമൊക്കെ പറഞ്ഞ് ഇവിടെ പറയുന്ന എത്രയോ സാക്ഷ്യങ്ങളാണുള്ളത്. തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച കൃപകൾക്കും അതുപോലെ കുടുംബത്തിലെ വ്യക്തികൾ അവർക്കെങ്ങനെയാണ് ബോധ്യങ്ങൾ വരിക, അവരൊരുമിച്ച് ഇന്നെങ്ങനെ കുടുംബത്തിൽ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു തീഷ്ണതയുണ്ടാകുന്നു. വിശുദ്ധ ബലിയർപ്പണത്തിനുള്ള തീഷ്ണത, വചനത്തോടുള്ള വളരെ അതിശക്തമായ ഒരു അഭിവാഞ്ച, ഇതൊക്കെ കുടുംബത്തിന് കൂടുതലായിട്ട് ലഭിച്ചതിന് ഈ മക്കൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആദ്യമായി ഈ പുണ്യ അൾത്താരയിൽ വന്ന് ഇതുപോലെ മക്കളുമായിട്ട് സാക്ഷ്യപ്പെടുത്തുവാൻ എന്നെ അനുവദിച്ച പിതാവായ ദൈവത്തിനും പുത്രൻ തമ്പുരാനായ ഈശോയും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് നിഷാദ്. ഞാൻ എറണാകുളം ജില്ലയിൽ എളമക്കര എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ മക്കളാണ് രണ്ടുപേരും. ഒരാൾ ശ്രീഭദ്ര, ഒരാൾ ശ്രീയ. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 29/9/2024 അന്ന് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി ഒരുമിച്ചാണ് വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങൾ വന്നത് 6 നിയോഗങ്ങൾ, ഭൗതികമായ പല കാര്യങ്ങളുമാണ് 6 നിയോഗങ്ങൾ വെച്ചിരുന്നത്. പക്ഷേ അതൊന്നുമല്ല എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താനുള്ളത്. അത് നമ്മളുടെ മനസ്സിനെ മാത്രം വേദനിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ ശാരീരികവും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗസൗഖ്യം ലഭിച്ച കാര്യമാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. ആദ്യമായി മരുന്നോ ലേപനോ ഔഷധമോ അല്ല, അവിടുത്തെ വചനമാണ് രോഗസൗഖ്യം നൽകുന്നത് എന്നുള്ള വചനം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്.
എനിക്ക് ചെറിയ പ്രായം മുതൽ തന്നെ, അതായത് എൻ്റെ 15 വയസ്സ് മുതൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് യൂറിനറി ഇൻഫെക്ഷൻ. അത് ഇന്നിപ്പോൾ എനിക്ക് 40 വയസ്സുണ്ട്. ഈ 40 വയസ്സ് വരെയും എനിക്കൊരു മാസത്തിൽ 2 തവണയെങ്കിലും അത് വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നാളുകളായിട്ട് ഹോമിയോ മരുന്ന്, ഇംഗ്ലീഷ് മെഡിസിൻ എല്ലാം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല. എനിക്ക് മരുന്ന് കഴിച്ച് പഥ്യം അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് മടുത്തപ്പോൾ ഞാനത് നിർത്തി. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിൽ പിന്നെ എനിക്ക് ആ ഒരു രോഗം പിന്നീട് ഉണ്ടായിട്ടില്ല. അതെനിക്ക് മനസ്സിലായത് ഇന്നലെ ഞാൻ സാക്ഷ്യപ്പെടുത്താൻ ഇവിടെ വരുന്നുവെന്ന് വിചാരിച്ച ആ സമയത്ത് ഞാൻ സാക്ഷ്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പറയാനുള്ള സാക്ഷ്യങ്ങൾ ഒരു റഫായിട്ട് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഞാൻ ബാത്റൂമിൽ പോയ സമയത്ത് യൂറിൻ പാസ് ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു വേദന പോലെ തോന്നി. അപ്പോൾ ഞാൻ ആലോചിച്ചു, അയ്യോ ഇത് കുറേ നാളായിട്ട് ഇല്ലാതിരുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തി ഇത് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ള കാര്യം. കാരണം ഇത്ര നാൾ വരാതിരുന്ന ഒരു കാര്യം എനിക്ക് ആ സൗഖ്യം കിട്ടിയത് തന്നെ എനിക്കത് മനസ്സിലാക്കാനേ പറ്റിയില്ല. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. എനിക്ക് നാളുകളായിട്ട് വർഷങ്ങളായിട്ടുണ്ടായി എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച, എവിടെ യാത്ര പോയി വന്നാലും അതുപോലെ എന്ത് കാര്യത്തിൽ പോകുമ്പോഴും ഭയങ്കരമായി ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു കാര്യമാണത്. ബ്ലാഡറിൽ ഇൻഫെക്ഷൻ ആയതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിപ്പോൾ എനിക്ക് പിന്നീട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 5 മാസമായി ഉടമ്പടി എടുത്തിട്ട് ഈ 5 മാസ കാലയളവിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതാണ് ആദ്യത്തെ എൻ്റെ സാക്ഷ്യം. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ രണ്ടാമത്തെ ഈ ചെറിയ മകൾക്കുണ്ടായ ഒരു രോഗസൗഖ്യമാണ്. എൻ്റെ ഈ മക്കളും ജീവിത പങ്കാളിയും കൂടി ഇവരെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് സ്കൂട്ടറിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. മറിഞ്ഞ് എൻ്റെ ചെറിയ മകളുടെ മുഖമടിച്ചാണ് വീണത്. അവളുടെ മുഖം മുഴുവനും മുറിവുണ്ടാവുകയും മുഖത്തും മൂക്കിൽ നിന്നും വായിൽ നിന്നും ബ്ലഡ് വരികയും അവിടെ ക്ലിനിക്കിൽ ആദ്യം കൊണ്ട് കാണിച്ച സമയത്ത് ക്ലിനിക്കിൽ കാണിക്കാൻ പറ്റത്തില്ല, ബ്ലീഡിങ് ഉള്ളത് കാരണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എടപ്പള്ളിയിലുള്ള MAJ ഹോസ്പിറ്റലിലാണ് കുഞ്ഞിനുമായിട്ട് പോയത്. അപ്പോൾ എന്നെ ആ സമയത്ത് വിളിച്ച് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് ഉടമ്പടി തൈലവും ഉപ്പും കയ്യിലെടുക്കണം എന്നുള്ള ഒരു ബോധ്യം വന്ന് കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. ഇത് 3മായിട്ടാണ് ഞാൻ കുഞ്ഞിനുമായിട്ട് ഞാനും ഭർത്താവും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയത്. പോകുന്ന വഴി അവളുടെ നെറ്റിയിലും വായിലും ഒക്കെ ഞാൻ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഇവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ കണ്ട് മനസ്സിലാക്കാൻ തുടങ്ങുന്നേ ഉണ്ടായിട്ടുള്ളൂ. എനിക്കിതൊക്കെ ഇങ്ങനെയാണ് വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് മാതാവ് അതെടുപ്പിച്ചതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മുഖത്ത് തലക്ക് ആ ഭാഗത്ത് ആ പരിക്കുള്ള കാരണം ഡോക്ടർ പറഞ്ഞ് അത് സ്കാൻ ചെയ്യണം, ബ്ലീഡിങ് ഇങ്ങനെ വരുന്നത് ബുദ്ധിമുട്ടാണ്, മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ ബ്ലഡ് വരുമ്പോൾ അത് അങ്ങനെ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടിരുന്ന സമയത്ത് ഓരോ ഡോക്ടർമാർ മാറി മാറി വന്നും കുഞ്ഞിനെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നും യാതൊരുവിധ കുഴപ്പവും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് മാതാവ് ഒരു കാര്യം ഓർമ്മിപ്പിച്ച് തന്നു. അവളുടെ പല്ല് നോക്കാൻ വേണ്ടി, പല്ലിൽ എന്തോ പ്രശ്നമുണ്ട്, പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നില്ല. അവൾക്ക് മൂക്കിൽ നിന്നും വായിൽ നിന്നും വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ബ്ലഡ് വരുന്നതെന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. പക്ഷേ എനിക്കത് ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥിച്ചിട്ടിരുന്ന സമയത്ത് അത് ദർശനമാണെന്നോ അങ്ങനെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അതെനിക്ക് മാതാവ് കാണിച്ചു തന്നതാണ്. ഇവൾ വീണിട്ട് ഇവളുടെ പല്ലൊടിയുന്നതായിട്ട് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നിരുന്നു. പക്ഷെ ഞാനതെന്തോ ആ സമയത്ത് എന്തോ ഒരു നെഗറ്റീവ് ചിന്ത അങ്ങനെ വിചാരിച്ചെന്നുള്ളൂ. പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ ആ സമയം തൊട്ട് മാതാവ് എന്തിങ്ങനെ പ്രാർത്ഥിച്ചിട്ടിരുന്നപ്പോൾ ഒരു ചിന്ത വന്നതെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ ഞാനപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഇവളുടെ പല്ല് നോക്കണം എന്ന് പറഞ്ഞാൽ പല്ല് 6 വയസ്സിൽ എൻ്റെ മോൾക്ക് ഇപ്പോൾ 7 വയസ്സായി പോയിട്ട് പുതിയതായിട്ട് വന്ന പല്ലായിരുന്നു, പെർമനൻറ്റ് ടീത്താണ്. അപ്പോൾ അത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വരാൻ സാധ്യതയില്ലെന്നാണ് ഡോക്ടർ, കാരണം അത് വിട്ട് തൂങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതെന്താണെങ്കിലും ഈ 2 ആഴ്ചക്കുള്ളിൽ ആ പല്ല് പോയി കഴിയുമ്പോൾ ഇവിടെ വരണം. പിന്നീട് ഭാവിയിലേക്ക് ഇപ്പോൾ കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പല്ല് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞാണ് വിട്ടത്. അത് എൻ്റെ കുഞ്ഞിന് ഭയങ്കരമായിട്ട് വിഷമമായി, എനിക്കും ബുദ്ധിമുട്ടായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വെറുതെ ആണെങ്കിൽ എൻ്റെ മകളോട് പറഞ്ഞു, ആ സമയത്ത് ഞങ്ങളിവിടെ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയത് അഖണ്ഡ ജപമാല റാലി അതിൽ മാതാവിൻ്റെ വലിയ ഒറ്റ രൂപമുള്ള പത്രമായിരുന്നു. ആ പത്രത്തിൽ ആ ഫോട്ടോയിൽ ആ മാതാവിനെ ഉമ്മ വെച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ മാതാവ് പല്ല് ഉറപ്പിച്ച് തരുമെന്ന് ഞാൻ അവളുടെ സങ്കടം മാറ്റാൻ വേണ്ടി വെറുതെ പറഞ്ഞതായിരുന്നു. പക്ഷേ അവളത് ഏറ്റെടുത്ത് വിശ്വസിച്ചു. അവൾ ആ 2 ആഴ്ചക്കാലം ഉറങ്ങുന്നതിന് മുമ്പ് മാതാവിന് ഉമ്മ കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഡോക്ടർ ആ പല്ല് പോയോ എന്ന് ചോദിച്ചാണ് ഇവളെ കാണിച്ചത്. പക്ഷേ അവൾ ഭയങ്കര സന്തോഷമായിട്ട് എൻ്റെ മാതാവ് എനിക്ക് പല്ല് ഉറപ്പിച്ച് തന്നു എന്ന് ഡോക്ടറിനോട് സാക്ഷ്യപ്പെടുത്തി. ആദ്യത്തെ സാക്ഷ്യം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യമായി
ആദ്യമായിട്ട് അവളത് പറഞ്ഞപ്പോൾ ഡോക്ടറിന് ഭയങ്കര സന്തോഷമായി. ഇവിടെ ഏത് മാതാവിൻ്റെ അടുത്താണ് നിങ്ങൾ പോയത്? കൃപാസന മാതാവിൻ്റെ അടുത്താണെന്ന് വളരെ സന്തോഷത്തോടെ ആദ്യമായിട്ട് പറയാൻ പറ്റി. അതെനിക്ക് ഭയങ്കര അവരുടെ ആ ഒരു ആക്സിഡൻറ്റിലൂടെ എൻ്റെ മകളുടെ വിശ്വാസം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം. എൻ്റെ മക്കളുടെ വിശ്വാസം വർദ്ധിക്കാൻ സഹായിച്ചു. എന്നും ഈശോയും മാതാവിനെയും കുറിച്ച് പറയുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പിന്നീട് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ മൂത്ത മകൾക്ക് ഒരു വർഷക്കാലമായിട്ട് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരി 1 2024 ജനുവരി 1 ഒരു ന്യൂ ഇയറിൻ്റെ സമയത്ത് ഞാൻ നേരത്തെ തന്നെ എനിക്ക് ഈശോനെ ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുകയും കുർബാനയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അന്ന് ജനുവരി 1 പാതിരാ കുർബാനയിൽ പോകണമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് എൻ്റെ മകൾ തലകറങ്ങി വീഴുകയും ഞങ്ങൾ ഇതുപോലെ എടപ്പള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവൾക്ക് ഫുഡ് ഇൻഫെക്ഷനാണ്, ഫുഡ് പോയ്സൺ ആണെന്നാണ് പറഞ്ഞത്. ആ ജനുവരി 1 ഞങ്ങൾ അന്ന് ആ ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അന്ന് ഉണ്ടായ ഫുഡ് ഇൻഫെക്ഷൻ ആ ഒരു വർഷ കാലയളവിൽ ഈ ഒരു വർഷത്തോളം അവൾക്ക് മിക്കവാറും വരുമായിരുന്നു. കാരണം ഏത് ഭക്ഷണത്തിൽ നിന്നന്ന് കറക്റ്റ് അറിയാൻ പറ്റേണ്ടായില്ല. എന്നാൽ പിന്നീട് അത് മനസ്സിലാക്കി. ഐസ്ക്രീം, ചോക്ലേറ്റ്, അങ്ങനെ തണുത്ത വസ്തുക്കളും ചോക്ലേറ്റ് അങ്ങനെയുള്ളത്, ചിക്കൻ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊക്കെ ഈ ഒരു പ്രായത്തിൽ ഇവരിത് കഴിക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏത് പ്രായത്തിലാണ് മാതാവെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ചെറിയ പ്രായത്തിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ്. അപ്പോൾ അതൊക്കെ കഴിക്കാണ്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പം അത് മാത്രം ഞാൻ മനസ്സിലിങ്ങനെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ രോഗത്തിന് വേണ്ടി എൻ്റെ കാര്യത്തിലൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ ഇവളെയായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയത് ഈ ജനുവരി 1 ഉടമ്പടി പുതുക്കാൻ നേരത്ത് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഒരുമിച്ച് 4 പേര്, എൻ്റെ ഭർത്താവും 2 മക്കളും കൂടിയായിരുന്നു. അതുവരെ ഞാനും എൻ്റെ ഭർത്താവും കൂടിയായിരുന്നു എല്ലാ മാസം വന്നിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് അവൾക്ക് വീണ്ടും അതുപോലെ തന്നെ ഞാൻ ആലോചിച്ചു, ദൈവമേ, കഴിഞ്ഞ ജനുവരി 1 ഇതുപോലെ ഉണ്ടായിരുന്ന ആ വയറുവേദന, ഫുഡ് ഇൻഫെക്ഷനും വീണ്ടും ഇവിടെ വന്നിട്ട് അവൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ ഒന്നും പറ്റാണ്ട് ഈ കസേരയിൽ വന്ന് കമഴ്ന്ന് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി പുതുക്കാൻ ക്ലാസ്സിൽ പോയ സമയത്ത് എനിക്ക് വിഷമമായിരുന്നു മാതാവേ. അന്നേരം പക്ഷെ ഞാനത് നിയോഗത്തിൽ അതൊന്നും രണ്ടാമത്തെ പുതുക്കിയ നിയോഗത്തിൽ എഴുതാൻ എന്നെ ഓർപ്പിച്ചില്ലെന്നുള്ളതാണ് സത്യം. ഞാൻ രണ്ടാമത്തെ പുതുക്കി എൻ്റെ നിയോഗം വെച്ചത് എന്നിൽ പരിശുദ്ധാത്മാവ് നിറയണം, ഉടമ്പടി നിബന്ധനകൾ ദൈവസ്നേഹത്തോടുകൂടി സത്യസന്ധതയോടുകൂടി ചെയ്യാൻ എനിക്ക് പറ്റണമെന്ന് മാത്രമാണ് ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗം വെച്ചത്. കാരണം ആദ്യം എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. കാരണം ഇങ്ങനെ പരിശുദ്ധാത്മാവ് നിറയാൻ നിയോഗം വെക്കണമെന്നൊന്നും അറിയാണ്ട് ഞാനൊരു അമ്മയെ പോലെ കരുതുന്ന ഒരു ചേച്ചി പറഞ്ഞ വഴിയാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഇതൊന്നും എനിക്കറിയില്ല, അവർക്കും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും വെക്കാൻ ആ സമയത്ത് അറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ തിരിച്ചിവിടെ പുതുക്കിയതിന് ശേഷം താഴെ ഇറങ്ങി വന്ന സമയത്ത് എൻ്റെ ഈ ചെറിയ മോള് അവൾ പറഞ്ഞ്, എല്ലാവരും മാതാവിനെ പിടിക്കണുണ്ടല്ലോ അമ്മേ, നമുക്കും മാതാവിനെ പിടിക്കണ്ടേ എന്നിങ്ങനെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, നമുക്ക് മാതാവിനെ പിടിക്കാൻ മാതാവ് നമുക്ക് സമയമായിട്ടില്ല, നമ്മൾ വന്നിട്ടല്ലേ ഉള്ളൂ. അവരൊക്കെ ഒത്തിരി നാളായി മാതാവിനെ പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ചെറിയ മോൾ അവൾ എന്നോട് പറഞ്ഞില്ല, മാതാവ് എന്നോട് പറയുന്നുണ്ട്, മാതാവിനെ അമ്മയുടെ അച്ഛൻ്റെയും കയ്യിൽ തരൂന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അവൾ ഉറക്കെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത് ഒരുപക്ഷെ ആ സമയത്തുണ്ടായവർക്ക് അത് കേട്ടിട്ടുണ്ടാകും. ആ സമയത്ത് അവൾ ഉറക്കെയാണ് പറഞ്ഞത്, മാതാവേ, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ മാതാവ് വരണേന്ന്. അത് ആ സമയത്ത് ഇവിടെ ഇട്ടത് എല്ലാവരും എടുത്തതിന് ശേഷം ലാസ്റ്റ് ഉള്ളതാണ് ഞങ്ങൾ എടുത്തത്. അത് ഞങ്ങൾക്ക് മാതാവിനെ കൈകളിൽ എന്താനായിരുന്നു. അന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് മാതാവിനെ കയ്യിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത, കഴിഞ്ഞ വർഷം 2024 ജനുവരിയിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. ഈ വർഷം മാതാവിനെ കയ്യിൽ പിടിച്ച് ഇവിടെ ഈ പുണ്യഭൂമിയിൽ നിൽക്കുവാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു കുടുംബസമേതം. അന്നേ ദിവസം ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ മോള് പറഞ്ഞു, അമ്മേ, അവൾ വയറുവേദനയായിട്ട് കിടക്കണിരുന്നു, അവൾ ഇതൊന്നും അവൾക്ക് കാണാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ദാഹിക്കണുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന വെള്ളം തീർന്നിട്ടുണ്ടായി. അപ്പോഴാണ് നമ്മുടെ ഇവിടെ വിശുദ്ധ കിണറെന്ന് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ആ കിണറ്റിലെ വെള്ളം ആ സമയത്ത് ഒരു ഗ്ലാസ്സിലെടുത്ത് കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി. പക്ഷേ ഞാനപ്പോൾ അവളോട് ചോദിച്ചു, പിന്നീട് ഇവിടെ അങ്ങനെ വളഞ്ഞിങ്ങനെ ഇതായി നിൽക്കണത് നേരെ മര്യാദക്ക് നടന്നപ്പോൾ ചോദിച്ചു, നിനക്ക് വയറുവേദന അമ്മേ, അത് ആ വെള്ളം കുടിച്ച് ആ സെക്കൻഡിൽ മാറിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ വെള്ളത്തിന്, എനിക്കതറിയില്ല, അങ്ങനെ വെള്ളം കുടിച്ച് അത് മാറിയപ്പോൾ അത് ഭയങ്കരമായൊരു അതിൽ പിന്നെ ആ ഒരു വെള്ളത്തിൽ നിന്ന് കിട്ടിയ വിശ്വാസം ഞങ്ങൾ പലരോടും പറയാൻ തുടങ്ങി. പലരും അത് എടുത്തിട്ട് പിന്നീട് പോയിട്ടുമുണ്ട്. പല സൗഖ്യങ്ങളൊക്കെ കിട്ടിയ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്.
പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സാക്ഷ്യമാണ്, ഞങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷ്യമാണ്. ഞാൻ ബിസിനസ്സിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും ബിസിനസ് തടസ്സങ്ങൾക്കും വേണ്ടിയാണ് ശരിക്കും ഇവിടെ വരാൻ ഏറ്റവും പ്രധാനമായ കാരണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ബിൽഡിംഗ് റെൻറ്റിൻ്റെ ബിൽഡിംഗ് ഓണർ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് 2 ദിവസം പോലും സമയം നീട്ടിത്തരാനായിട്ട് ബിൽഡിംഗ് ഓണറോ ഒരു വക്കീലോ തയ്യാറല്ലായിരുന്നു. പക്ഷേ തിങ്കളാഴ്ച ഞങ്ങൾക്ക് പെട്ടെന്നായിരുന്നു ആ ഒരു കേസിൻ്റെ ഇത് വന്നത്, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു അതിനെക്കുറിച്ച്. അപ്പം ഞങ്ങളുടെ വക്കീൽ പിറ്റേ ദിവസം അതിന് വേണ്ടി ഹാജരാകാൻ സാധ്യമല്ല, കാരണം അതൊരിക്കലും നമുക്ക് നീട്ടിക്കിട്ടാൻ സാധിക്കില്ല, അതിലെന്തെങ്കിലും ഇപ്പോൾ തന്നെ സെറ്റിൽമെൻറ്റ് ചെയ്യേണ്ട നടപടിയാവുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ ചൊവ്വാഴ്ച യൂട്യൂബിൽ ലൈവായിട്ട് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആ സമയത്ത് ആ 11:30 ആ ടൈമിലായിരുന്നു കേസ് വിളിച്ച സമയം. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് ശരിക്കും എപ്പോഴും ഞാൻ യൂട്യൂബിലെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഒക്കെ തന്നെയാണ് കൂടുന്നതിന് ശേഷം മറ്റുള്ള ഇതൊന്നും ഞാൻ യൂട്യൂബിൽ കാണാറില്ല, എനിക്കങ്ങനെ തോന്നാറുമില്ല. അച്ഛൻ്റെ ക്ലാസ് കേൾക്കണമെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും എന്നോട് ഓരോ ദിവസവും സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് കണ്ടിരിക്കെ തന്നെ എനിക്ക് അവിടെ നിന്ന് വിളി വന്നു, ഒരു ഇതും ആവില്ല, ഒരു 2 ദിവസം പോലും നീട്ടിക്കിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് 2 ആഴ്ച ഞങ്ങൾക്ക് സമയം കിട്ടി. ഞാൻ അതേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ, കാരണം അന്ന് അച്ഛനെടുത്ത ക്ലാസ്സിൽ മുഴുവൻ സാക്ഷ്യം പറയണതിനെ പറ്റിയൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ആലോചിച്ച് എനിക്കിത് 2 ദിവസമെങ്കിലും നീട്ടിക്കിട്ടിയാൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താനായിട്ട് പറ്റുമല്ലോ മാതാവേ, എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ വരണം, എനിക്ക് വേറെയും കാര്യങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്താനുണ്ട്. എനിക്ക് ഇതിന് മുന്നേ ഞങ്ങൾ വന്ന സമയത്ത് ഉടമ്പടി പുതുക്കാത്തതാണ്, എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കുട്ടികളുടെ കാര്യമൊന്നും പറ്റിയില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ആഴ്ചത്തേക്ക് ഞങ്ങൾക്ക് നീട്ടിക്കിട്ടി. അതും ഒരു വലിയ സാക്ഷ്യമായിട്ട് കണക്കാക്കി. 2 ദിവസം പോലും കിട്ടൂല എന്ന് പറഞ്ഞ സ്ഥാനത്ത് 2 ആഴ്ചത്തേക്ക് ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളി കയ്യിൽ കാശ് രൂപം കരുതിയിട്ടുണ്ടായിരുന്നു. വക്കീൽ വന്നില്ലായിരുന്നെങ്കിൽ സ്വയമേ അത് പറയാമെന്നുള്ള രീതിയിൽ നിന്ന് ആ സമയത്ത് വക്കീൽ വന്നാണ് അത് സംസാരിച്ച് അത് സെറ്റിൽമെൻ്റ് ആക്കിയത്. പിന്നീട് ഇതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് പറഞ്ഞിതാക്കേണ്ടതെന്ന് അറിയില്ല. ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, ഞാനിവിടെ നിന്ന് പത്രം ഞങ്ങളെല്ലാ മാസവും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. പത്രം ആദ്യം ഞാൻ കൊടുത്തത് എനിക്കതും മനസ്സിലേക്ക് ചിന്ത വന്നാണ്. എനിക്ക് മനസ്സിൽ അങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരും എനിക്കും അതെന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ചിന്ത വന്നു. ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങൾ കിടക്കുന്ന വാർഡിലാണ് ഇത് കൊണ്ടുപോയി കൊടുക്കേണ്ടത്, അതും എൻ്റെ മകളുടെ സാക്ഷ്യം പറഞ്ഞ് അത് കൊടുക്കണം എന്നുള്ള മനസ്സിലേക്ക് ചിന്ത വന്നു. ഞാൻ ഇവിടെ നിന്ന് വന്ന പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. 18 പത്രമാണ് ഉണ്ടാകുന്നത്. 2 എണ്ണം ഞാൻ ഒരെണ്ണം എൻ്റെ വീടിൻ്റെ അവിടെ തന്നെ കൊടുക്കാൻ വേണ്ടി 2 എണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി 16 പത്രവുമായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. ആ വാർഡിലേക്ക് അത് ചെന്ന സമയത്ത് കറക്റ്റായിട്ട് ആ 16 പേഷ്യൻസ് കുഞ്ഞുങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ ഓരോരുത്തരുടെ അടുത്തും സമയമെടുത്ത് 10, 15, 20 മിനിറ്റൊക്കെ നിന്ന് സംസാരിച്ച് മാതാവിനെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ മോളുടെ സൗഖ്യം പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ എനിക്കൊരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റി. ഒരിക്കലും ഞാനിങ്ങനെ നിന്ന് സംസാരിക്കാനോ ഇതുപോലെ ചെയ്യാനോ ഒന്നും പറ്റുന്ന അത്ര ആ ഒരു ധൈര്യം എനിക്കില്ല. പക്ഷേ ഈ ആൾത്താരിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്തോ ഞാൻ തന്നെയല്ല, ശരിക്കും മാതാവാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു അനുഭവമാണ്. അന്ന് എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് 16 പേരാണ് അന്ന് കൃത്യമായിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. പിന്നീട് പള്ളികളിൽ ഞാൻ ഓരോ തവണയും ഓരോ സ്ഥലത്താണ് പത്രം കൊടുത്തിരുന്നത്. ഒരു സമയത്ത് ഓട്ടോ സ്റ്റാൻഡിലാണെങ്കിൽ അവിടുത്തെ ചേട്ടൻ പലരോടും ഇത് സാക്ഷ്യം പറഞ്ഞ് തന്നെ ഞാൻ കൊടുക്കുമായിരുന്നു. കാരണം അപ്പോൾ ചിലർ പറയും അതൊക്കെ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും സത്യമാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പലരും ചോദിക്കും. ഞാൻ എൻ്റെ അനുഭവം പറയുമ്പോൾ അവർ ഭയങ്കര അതിശയത്തോടെ കേട്ടിരുന്നിട്ട് അപ്പോൾ അതൊക്കെ സത്യമാണല്ലേ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് പോകാൻ എത്ര രൂപ, അവിടെ പൈസയുടെ ഭയങ്കര ചിലവല്ലേ, 2000, 3000 രൂപയൊക്കെ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ 5 പൈസയുടെ ചിലവ് വന്നിട്ടില്ല, അവിടെ ഒരു സ്തോത്ര കാഴ്ച മറ്റുള്ള ഒന്നുമില്ല. അവിടെ നിന്ന് ഉടമ്പടി വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ മാത്രം ആ പത്രത്തിന് കൊടുക്കുന്ന ആ പൈസ 100 രൂപ അല്ലാതെ ഒന്നും നമുക്ക് വേറെ ചിലവ് വരുന്നില്ല. നമ്മൾക്കൊരു നേർച്ച അതൊക്കെ ഓരോ പ്രാവശ്യം നിർബന്ധമായിട്ടും അവിടെ ചെല്ലണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ എന്ന് ചോദിച്ച സമയത്ത് എനിക്കും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ അറിവുള്ളതുപോലെ പറ്റി. അതിൽ നിന്ന് ഞങ്ങളും പോകാം, ഞങ്ങളിങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നതെന്ന് ഒത്തിരി പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാതാവിനെക്കുറിച്ച് അറിയാത്ത ഒത്തിരി പേരുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് യൂട്യൂബിലൊക്കെ
സാക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒത്തിരി ഞാൻ മാത്രമേ അധികം അറിയാതിരുന്നുള്ളൂ മാതാവേ എന്ന് ചോദിച്ചു. പക്ഷേ ഒത്തിരി പേര് ഇനിയുമുണ്ട്. അവർ പല തെറ്റിദ്ധാരണകളും വെച്ചിരിക്കുന്നവരുണ്ട്. അവരോടൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി. പിന്നീട് ഞാൻ കൊടുത്തത് ഓരോ സ്ഥലം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് കൊടുത്തു. അങ്ങനെ ഈ 5 മാസവും പല പല സ്ഥലത്തായിട്ടാണ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അതും മാതാവിനെക്കുറിച്ച് ഞങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞു തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പത്രം ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞാൻ അല്ലാതെ തന്നെ പള്ളിയിൽ കുർബാനയും നൊവേനയൊക്കെ കൂടുമായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനും എൻ്റെ ഭർത്താവും കൂടെ രാവിലെ തന്നെ പ്രഭാതത്തിലെ കുർബാനയിൽ തന്നെ പങ്കെടുക്കാൻ ഇന്ന് വരെയും മാതാവ് അത് മുടക്കിയിട്ടില്ല. ഒരു ദിവസം മുടങ്ങുമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ പോയ സമയത്താണ് ഈ കഴിഞ്ഞ മാസം ഒരു ദിവസം. അപ്പോൾ ഞാൻ രാത്രി ശക്തമായ ഒരു മസിൽ പിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റ് അരമണിക്കൂറോളം അങ്ങനെ ഇരുന്നിട്ട് വെറുതെ സമയം നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് 5:15 സമയം. അയ്യോ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാനുള്ള സമയമാണല്ലോ, വേഗം കുളിച്ച് റെഡിയായി വന്ന് ചെല്ലാൻ അതായല്ലോ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണമല്ലോ എന്ന് വിചാരിച്ച് ആ സെക്കൻഡിൽ എൻ്റെ മസിൽ വെട്ടി. അതാണ് ആ ബുദ്ധിമുട്ട് മാറിപ്പോയി. എനിക്ക് അങ്ങനത്തെ ഇതുവരെ ഉണ്ടാകാത്തൊരു അനുഭവമാണ്. അങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് മനസ്സിലായി, എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചതാണെന്ന്. അങ്ങനെ ഒരു ദിവസം പോലും ആ 5:30 വിട്ടു പോകാൻ എന്നെ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇന്ന് നിമിഷം വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ജപമാല ചൊല്ലിയതിന് ശേഷം പള്ളിയിലേക്ക് കുർബാന പോകുന്നത്. കുർബാന കൂടിയതിന് ശേഷം ആരാധനയിൽ ഇരിക്കുന്ന ബൈബിളിൽ നിന്ന് ദിവസം ഓരോ വചനം എടുത്ത് പ്രാർത്ഥിക്കും. അത് ആ വചനം ആ ലൊക്കേഷൻ ഓർത്ത് വന്ന് വീട്ടിൽ വന്ന് വീണ്ടും വിശദമായിട്ട് ബൈബിൾ ഇരുന്ന് വായിക്കും. ബൈബിൾ വായിക്കാനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ബോധ്യം ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയത് ഉടമ്പടി എടുത്ത ശേഷമാണ്. ഞാനിപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് ബൈബിളുമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം പോലെയാണ്. ഞാനങ്ങനെ ഒരുപാട് നേരം പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കണത് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട നമ്മൾ കുളിക്കൽ പല അതൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് പ്രാർത്ഥന. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും എനിക്ക് പൊതിച്ചോറ് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പൊതിച്ചോറുണ്ടാക്കി ഞാനത് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ്. എനിക്ക് ഭക്ഷണമൊക്കെ കുറച്ച് മാത്രം ഒരുപാട് അങ്ങനെ ഉണ്ടാക്കാനും ഒരുപാട് നേരം അടുക്കള നിൽക്കണതും അങ്ങനെ ചെയ്യണ കാര്യമൊക്കെ മടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അങ്ങനെയുള്ള ഞാൻ ഇപ്പോൾ ഇങ്ങനെ പൊതിച്ചോറുണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ആ സമയത്ത് 12 മണി ആകുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം ഉണ്ടാക്കി തീർക്കാൻ എനിക്ക് പറ്റാറുണ്ട്. ഞാനങ്ങനെ 1.5 ആഴ്ചകൾ പൊതിച്ചോറുണ്ടാക്കി പാവങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കും. ആ പൊതിച്ചോറ് കൊടുക്കുന്ന സമയത്തും എനിക്ക് പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ വഴിയരികിലിരിക്കുന്ന അവർ മാത്രമല്ല ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നവരെന്ന ബോധ്യം എനിക്ക് തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല വസ്ത്രം ധരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അവരും ഭക്ഷണമില്ലാണ്ട് വിഷമിക്കുന്ന ഒത്തിരി മക്കളുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് മാതാവ് തന്നു. പള്ളിയിൽ വെച്ച് ഞാൻ അങ്ങനെ ഒരു ചേച്ചിയെ കണ്ടുമുട്ടി. ആ ചേച്ചി ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുള്ളതാണ്. ഉടമ്പടി എടുത്തിട്ട് ഇട്ട് കളഞ്ഞൊരു ചേച്ചിയാണ്. ആ ചേച്ചിയായിട്ട് കുറേ നേരം സംസാരിക്കാനും മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇട്ട് കളഞ്ഞ കാര്യങ്ങളൊക്കെ ആ ചേച്ചി എന്നോട് പറഞ്ഞ് പിന്നെ പോകാൻ പറ്റാതെ ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്തേക്ക് വരണം. അമ്മ മാതാവാണ് എനിക്ക് ചേച്ചിയെ കാണിച്ചു തന്നത്. അമ്മ മാതാവ് ചേച്ചിനെ വിളിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള രീതി ഒരുപാട് അവരപ്പോൾ ഉടനെ തന്നെ പോകാമോളെ എന്ന് വളരെ സന്തോഷത്തോടുകൂടി എന്നോട് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഞാൻ മാതൃഭവനങ്ങളിൽ സന്ദർശിക്കാറുണ്ട്. അവിടെ അതൊക്കെ ഇതെല്ലാം എനിക്ക് ആദ്യത്തെ അനുഭവങ്ങളാണ്. അവിടെ ചെല്ലുമ്പോൾ ആ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്കും ധാരാളമായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർക്കും കാലിൽ ഞാൻ മാതൃഭവനത്തിൽ ഒരു ദിവസം പോണ സമയത്ത് രാവിലെ കേട്ട സാക്ഷ്യം ഉള്ളം കാലിൽ ഭയങ്കര തഴമ്പ് വന്ന് ചോരയും ബുദ്ധിമുട്ടുമായിട്ട് അത് സൗഖ്യപ്പെട്ട ഒരു ചേട്ടൻ്റെ സാക്ഷ്യമാണ്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്തേക്ക് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു ചേച്ചി. ആ ചേച്ചിക്ക് കാലിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ. ആ ചേച്ചി എന്നോട് അന്നാണ് പറയുന്നത്, മോളെ എൻ്റെ കാലിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, വിശുദ്ധ തൈലമുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി അതങ്ങനെ കൈകളിൽ തരാൻ പാടില്ല, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച് ചേച്ചിക്ക് പെരട്ടി തരാം എന്ന് പറഞ്ഞു. ആ ചേച്ചിക്ക് അങ്ങനെ പെരട്ടി കൊടുത്തു. അവിടെയുള്ള അമ്മമാർക്കൊക്കെ പെരട്ടി കൊടുത്തു. ഓരോരുത്തരും പല പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞവർക്ക് വേണ്ടി പെരട്ടി. ഞാൻ മാതാവിനോട്, മാതാവേ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, ഞാൻ ഇത് ചെയ്യുമ്പോൾ മാതാവേ അമ്മയിലൂടെ
ഈശോ ആയിരിക്കണം കേട്ടോ ഇടപെടുന്നത്. ഈശോ സൗഖ്യം കൊടുക്കണം. ഈ മക്കൾക്ക് സൗഖ്യം കിട്ടി സാക്ഷ്യം ഞാൻ പറയും. അപ്പോൾ എനിക്കിത് പറയാൻ പറ്റണം കേട്ടോ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം ചെന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞു, മോളെ അന്ന് വന്ന് മോള് പ്രാർത്ഥിച്ച് പോയിട്ട് എൻ്റെ കാല് സുഖപ്പെട്ടു എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞു. 2 കാല് സോക്സ് ഇട്ടായിരുന്നു ആ ചേച്ചി നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു, ഞാനല്ല ചേച്ചി, എന്നെ ഇവിടെ വിട്ടത് തന്നെ മാതാവാണ്. ഇത്ര നാൾ ഈ വഴിയിലൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ ഒരു മാതൃഭവനം ഉള്ളതായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ശരിക്കും കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്തതിൽ പിന്നെയാണ് ശരിക്കും ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ പ്രവർത്തിക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ ഒരു മനസ്സിന് സന്തോഷം, അതൊക്കെ ഇത്രയും മനസ്സ് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ എപ്പോഴും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ലോകമെമ്പാടും എല്ലാ ഭവനങ്ങളിൽ നിന്നും ഒരു വ്യക്തിയെങ്കിലും ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായിരുന്നേനെന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഉടമ്പടി എടുത്ത മക്കൾ ഒരെണ്ണമുണ്ടെങ്കിൽ ഇതുപോലെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കില്ല. അപ്പോൾ എത്ര ഇതുപോലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ദിവസം നമ്മൾ പത്രത്തിലും ഒക്കെ കാണുന്ന രീതിയിലുള്ള വാർത്തകളൊന്നുമില്ലാതെ എത്ര സുന്ദരമായ വൈകാതെ തന്നെ അതിലേക്ക് ആകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അമ്മ മാതാവ് അത്ര പവർഫുള്ളാണ്. ഈശോ അമ്മേനെ എൻ്റെ കയ്യിൽ ഈശോനെയാണ് അമ്മ എൻ്റെ കയ്യിലേക്ക് തന്നത്. അമ്മ വഴി ഞാൻ ഈശോയിലും അത് ഞാൻ എഴുതി കൊടുക്കാൻ വിട്ടു. എൻ്റെ മനസ്സിലേക്ക് പോകുന്നൊരു കാര്യമാണ്. അമ്മ മാതാവ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഈശോയുടെ തോളിലേക്ക് ചാഞ്ഞതായിട്ട് എനിക്കൊരു ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് വചനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ജനുവരി 7 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്ത് ഞങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഞാനിടയ്ക്ക് അത് മറന്നുപോയി. എൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടു. എനിക്ക് ഭയങ്കരമായ ടെൻഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മറന്നു. എനിക്ക് ഒന്നിലും ഒരു ടെൻഷൻ ഇല്ലാണ്ട് ധൈര്യം തന്നു. അതെനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയൊരു കൃപയാണ്. ആ ധൈര്യം തന്നു എനിക്ക് ആ സമയത്ത് എനിക്ക് വചനം കിട്ടുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, മാതാവ് എല്ലാവരും അടയാളം ചോദിക്കുന്നു, ഞാനിന്ന് വരെ എനിക്കങ്ങനെ അടയാളം ചോദിക്കാൻ എനിക്ക് അതറിയില്ല. മാതാവ് എനിക്ക് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് എന്നോട് മാതാവ് വഴി ഈശോയോട് സംസാരിക്കാൻ പറയൂ, ഈശോ എന്നോട് പറയുമോ സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ വചനം എടുത്തപ്പോൾ ഹബക്കുക്ക് 2:3 ആണ് എനിക്ക് വചനം കിട്ടിയത്. ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്, അതിന് താമസമുണ്ടാവുകയില്ല, അത് വൈകുന്നുവെങ്കിൽ അതിനായി കാത്തിരിക്കുക, തീർച്ചയായും വരും എന്നുള്ളൊരു വചനമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായി. കാരണം ഇത്തിരി താമസിച്ചാലും എനിക്ക് ഉറപ്പായിട്ടും എൻ്റെ നിയോഗം മാതാവ് നിവൃത്തിയാക്കി തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്കിവിടെ നിൽക്കാനായിട്ടും ഇതുപോലെ സാക്ഷ്യപ്പെടുത്തുവാനും ഒക്കെ ദൈവം മാതാവ് അനുവദിച്ചതിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്തും അമ്മ മാതാവിനും ഈശോപ്പനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ നിർത്തുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9 2-ാം തിരുവചനം അരുളി ചെയ്യുന്നു, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. നിഷാദ് ഒറ്റ ശ്വാസത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ കൃപാസന അൾത്താരയിൽ പങ്കുവയ്ക്കുന്നു. താൻ അനുഭവിച്ചറിയാൻ തുടങ്ങിയ ഈശോ സത്യവാനാണെന്നും സത്യദൈവത്തെയാണ് താനിപ്പോൾ സ്നേഹിക്കുന്നതെന്നും തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും മേൽ ദൈവിക പദ്ധതികളുണ്ടെന്നുമൊക്കെ നിഷ മനസ്സിലാക്കുകയാണ്. അങ്ങനെ താൻ പറഞ്ഞ അല്ലെങ്കിൽ താൻ എഴുതിയ നിയോഗങ്ങളൊന്നുമല്ല, ഈശോയ്ക്കും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ അതാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചത്. അതൊന്നും വേണ്ടാത്തതായിരുന്നില്ല. മറ്റു പലതിനും പ്രാധാന്യം കൊടുത്തപ്പോൾ ഇത് പലതും ഈ മകള് പുറകോട്ട് വയ്ക്കുകയായിരുന്നു. എന്നാൽ അത് തന്നെ അമ്മ ഏറ്റവും ആദ്യം ഈശോയുടെ അടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഓരോ രോഗസൗഖ്യങ്ങൾ തൻ്റെ മക്കൾക്ക് ലഭിച്ചത്, മക്കളുടെ കാര്യത്തിലാണ് കൂടുതലും ഇവിടെ ഓരോന്നും പറഞ്ഞത്. അതുപോലെ തങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യം, ഇങ്ങനെയൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ എങ്ങനെയാണ് ജനതകൾ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനിടയാകുന്നത്. ഇന്ന് ലോകത്തിൽ ഒരു കുടുംബമെങ്കിലും ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഈ മകൾ ഇവിടെ പറയുമ്പോൾ തൻ്റെ ഉടമ്പടി ജീവിതത്തോടുള്ള ആ കൂറ്, അതായത് ഇത് ജസ്റ്റ് തനിക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല ആയിട്ടല്ല നിഷ ഇവിടെ പങ്കുവയ്ക്കുക. തന്നെയും തൻ്റെ കുടുംബത്തെയും ദൈവം ഉപയോഗിക്കുന്ന, ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു സാക്ഷ്യം പങ്കുവയ്ക്കൽ തന്നെയാണിത്.
അതുകൊണ്ട് തന്നെയാണ് താൻ ഇങ്ങനെയൊന്നും പറയാത്ത മകളാണ്. മൈക്ക് പിടിക്കാൻ പോലും പറ്റാത്ത എത്രയോ മക്കൾ ഈ അൾത്താരയിൽ വന്ന് ആദ്യമായി മൈക്ക് പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇത് താനല്ല പറയുന്നത്. ഇങ്ങനെയൊക്കെ കൂടുതലും ദൈവേഷ്ടത്തോടെ ജീവിക്കുന്ന ഒരു മകളായിട്ട്, അതുപോലെ തൻ്റെ മക്കളുടെ കാര്യത്തിലൊക്കെ ദൈവേഷ്ടത്തെ കണ്ടുകൊണ്ട് മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു കുടുംബമായിട്ട് വിശുദ്ധ ബലിയിൽ തങ്ങൾ പങ്കെടുക്കുന്നു. അതൊന്നും ഇവരെ സംബന്ധിച്ച് ഒട്ടും തന്നെ ഇവരോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ല വിശുദ്ധ ബലിയിലൊക്കെ പങ്കെടുക്കണമെന്ന്. കത്തോലിക്കരായ നമ്മൾ എത്ര തീഷ്ണതയോടെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു നമുക്ക് ചിന്തിക്കാം. എങ്ങനെയെങ്കിലും വിശുദ്ധ ബലി മുടക്കാൻ പറ്റിയാൽ കുഞ്ഞുണ്ടാകുന്നതിന് മുൻപ് കുഞ്ഞില്ല എന്ന് പറയും, കുഞ്ഞായി കഴിഞ്ഞാൽ കുഞ്ഞുള്ളത് കൊണ്ട് വിശുദ്ധ ബലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയും. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഇന്ന് എത്രയോ മക്കൾ ഈശോയെ ആദ്യമായിട്ട് അറിയുന്നവർ അവരുടെ ജീവിതത്തിൽ അവർ വിശുദ്ധ ബലി എല്ലാ ദിവസവും പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു. ഉപവാസം, പ്രാർത്ഥന, തനിക്ക് ദിനചര്യ പോലെയാണ് പ്രാർത്ഥന. ഇതൊന്നും തനിക്ക് അറിയുന്ന മകളായിരുന്നില്ല, എന്നാൽ ഇന്ന് തന്നെ ഇതെല്ലാം പഠിപ്പിച്ചു. അങ്ങനെ ഏറ്റവും സ്നേഹത്തോടെ ഈ മകൾ ഇന്നിവിടെ പങ്കുവയ്ക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ അമ്മ എങ്ങനെയാണ് സംരക്ഷിച്ചത്, കുഞ്ഞിനും അമ്മയുടെ സ്വപ്നവും ദർശനവും ഒക്കെ എങ്ങനെയുണ്ടായി. ഇവിടെ വരുമ്പോൾ അമ്മ കുഞ്ഞിനോടാണ് പറയുന്നത്, നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇന്ന് ഞാൻ അവരുടെ കൈകളിൽ ചെല്ലും, അമ്മ മാതാവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ആ മകൾ പറയണമെങ്കിൽ ഇവിടെ നിൽക്കുന്ന കുട്ടിയാണ്. ആ കുഞ്ഞുങ്ങളൊക്കെ വെറുതെ പറയുന്നതല്ല, അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ആ ലഭിച്ച സന്തോഷവും ബോധ്യങ്ങളും തന്നെയാണ് ആ കുഞ്ഞിനെയൊക്കെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്. അങ്ങനെ നാം ഇന്നിവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് മടുത്തു പോകാനല്ല, നാം ഇവിടെ ഇരുന്ന് എത്രമാത്രം ജപമാല പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അത് നമുക്ക് വേണ്ടി മാത്രമാകരുത്, നമ്മുടെ അടുത്തിരിക്കുന്നവർക്കും അതുപോലെ നാം ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വ്യക്തികൾക്കുമൊക്കെ വേണ്ടിയിട്ട് നാം ജപമാല പ്രാർത്ഥിക്കണം. ഇവിടെ ഇരുന്ന് ഒരു സെക്കൻഡ് പോലും നിഷ്ഫലമാക്കി കളയരുത്. ഇത് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ആരും മറന്നു പോകരുത്. ഇത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. സ്വർഗം വാതിൽ തുറന്ന് ഇറങ്ങി വന്ന സ്ഥലമാണ്. ഈ കുടുംബത്തിന് എല്ലാ വിധത്തിലുള്ള കൃപകളും ലഭിച്ച് ഇന്നിവരെ ഇവിടെ സാക്ഷികളാക്കിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കരങ്ങളടിച്ച് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മജു, ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം 8-ാം തീയതി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി തൈലം സ്ഥിരമായി പുരട്ടി അതിൽ നിന്ന് ലഭിച്ച വലിയൊരു സാക്ഷ്യം പറയുന്നതിനാണ് ദൈവകൃപയാൽ ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് 2012 ഹിരണ്യ വന്നതുകൊണ്ട് ഒരു സർജറി ചെയ്യുകയുണ്ടായി. ഈ സർജറിക്ക് ശേഷം വേദന തീർത്ത് മാറാതെ വന്നപ്പോൾ ഓരോ 6 മാസം കൂടുമ്പോൾ ഞാൻ ഓരോ ഡോക്ടർമാരെ കാണുകയും അവരോരോ പ്രാവശ്യവും വേദന കുറയുന്നതിനായി എനിക്ക് പെയിൻ കില്ലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ഇതിങ്ങനെ ഇത്രയും വർഷങ്ങൾ പോയപ്പം സ്ഥിരമായിട്ട് ഇതിങ്ങനെ തോന്നുന്നത് ശരിയാകില്ല എന്ന് എൻ്റെ വൈഫ് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം വെക്കേഷൻ വന്നപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലുള്ള ഒരു 3-4 ഫേമസ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരുടെ അഡ്വൈസ് എടുത്തപ്പോൾ അവർ പറഞ്ഞത് ഈ ഹെർണിയ ചെയ്തത് അതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതിൻ്റെ അകത്ത് ഒരു ഞരമ്പ് RF ട്രീറ്റ്മെൻറ്റിലൂടെ കരിച്ച് കളയാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ആദ്യം പറഞ്ഞ ഡോക്ടർ പറയുന്നത് നേരാണോ എന്നറിയാൻ വേണ്ടി വേറെ ഒരു 3-4 ഡോക്ടർമാരുടെ അഡ്വൈസും എടുത്തു. ഇവരെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരെല്ലാം പറഞ്ഞ ഒരു ഫേമസ് ഡോക്ടറെ അടുത്ത് പോയി അവർ പറഞ്ഞ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം വീട്ടിൽ വരികയും ചെയ്തു. ആദ്യത്തെ 1-2 ദിവസം കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ വേദന ഭയങ്കരമായിട്ട് കൂടുകയും എനിക്ക് ഇരിക്കുവാനോ കിടക്കുവാനോ നടക്കുവാനോ പറ്റാത്ത ഭയങ്കര അവസ്ഥയുണ്ടായി. അപ്പോഴത്തേക്ക് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ലീവ് തിരിച്ച് പോകേണ്ട സമയത്തിലേക്കായി. അപ്പം ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോഴത്തേക്ക് വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ എല്ലാം ആലോചിച്ചിരുന്നപ്പോഴത്തേക്ക് എൻ്റെ വൈഫ് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ച് ദുബായിക്ക് പോകേണ്ടത് ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. 7-ാം തീയതിയാണ് ഞങ്ങളിങ്ങനെ ഈ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ കൃപാസനത്തിലേക്ക് വിളിക്കുകയും 8-ാം തീയതി വന്നാൽ ഉടമ്പടി എടുക്കാമെന്ന് വിളിച്ച് അവിടുന്ന് സിസ്റ്റർ പറയുകയും ചെയ്യും. അപ്പോൾ ഞാനപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് ഹെവി ഡോസ് ആൻറ്റിബയോട്ടിക് ആയിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞൊരു 14 മണിക്കൂറിൽ ഞാൻ സ്ഥിരമായിട്ട് അങ്ങ് ഉറങ്ങുകയാണ്, ഗ്യാപ്പ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുക. അപ്പം
7-ാം തീയതി വൈകിട്ട് ഇവിടേക്ക് വരാൻ തീരുമാനിച്ചുകൊണ്ട് വൈഫ് പറഞ്ഞു നാളെ പോകുന്നതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇന്ന് കൊണ്ട് പ്രാർത്ഥിച്ചിങ്ങ് മരുന്ന് നിർത്താം, അതിന് പള്ളിയിലേക്കല്ല പോകുന്നതെന്ന് പറഞ്ഞ് ഞാൻ അന്ന് കഴിക്കുന്ന മരുന്ന് നിർത്തി. ഇവിടെ വന്ന് അച്ഛൻ്റെ ധ്യാനം കൂടി ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലൂടെ തൈലം തന്നു. ഇവിടെ തിരിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ദുബായിക്ക് പോയി. അന്ന് തൊട്ട് ഇന്നലെ വരെയും, ഞാൻ ഇന്നലെയാണ് തിരിച്ചിവിടെ നാട്ടിൽ വന്നത്, ഇന്നലെ വരെയും എല്ലാ ദിവസത്തെയും പ്രാർത്ഥന കഴിഞ്ഞ് ഈ ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്തു. അന്ന് ഓഗസ്റ്റ് മാസം 7-ാം തീയതി ഞാൻ നിർത്തിയ മരുന്ന്, അതായത് പിറ്റേ ദിവസം വണ്ടി ഓടിക്കാൻ വേണ്ടി ഞാൻ നിർത്തിയ ആ മരുന്ന് ഇതുവരെ ഞാൻ ഉപയോഗിക്കുകയോ പിന്നീട് കഴിക്കുകയോ ചെയ്തിട്ടില്ല. ഇതാണ് എനിക്ക് കൃപാസന ഉടമ്പടി തൈലത്തിലൂടെ കിട്ടിയ ഏറ്റവും വലിയ ദൈവകൃപ. രണ്ടാമതായിട്ട്, ഞാനും എൻ്റെ സഹോദരനുമായിട്ട് 7 വർഷമായി പിണക്കത്തിലായിരുന്നു. ഞാൻ എല്ലാ വർഷവും വെക്കേഷന് വരുമ്പോൾ ആദ്യം ഈ പിണക്കത്തിലായ ആദ്യ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പുള്ളി അത് എൻ്റെ ഫോൺ എടുക്കുകയോ ഒന്നും ചെയ്യുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനും തിരിച്ച് വിളിക്കാനൊന്നും പോയില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം വന്ന് തിരിച്ച് ലീവ് കഴിഞ്ഞ് ജോലിക്ക് പോകാനായിട്ട് ഇരുന്ന സമയത്താണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ കൃപാസനത്തിൽ വന്നത്. ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് വന്നത്. അതുവരെയും ഞാനും എൻ്റെ സഹോദരനുമായി ഞങ്ങൾ സംസാരിക്കുകയോ ഒന്നും ചെയ്യുണ്ടായിരുന്നില്ല. ഈ ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് അച്ഛൻ്റെ ധ്യാനം കൂടി കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് വൈഫിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നു. എൻ്റെ ചേട്ടൻ എന്നെ കാണുവാനായിട്ട് ഇടുക്കിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു എന്നുള്ളത്. ഈ 7 വർഷമായിട്ട് ഞങ്ങൾ അന്ന് ഞാനിങ്ങനെ തന്നെ തീർത്തു വിശ്വസിക്കുന്നു, കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായ ദൈവകൃപയാണ് എന്ന് ഞാൻ തീർത്ത് വിശ്വസിക്കുന്നു. എൻ്റെ ഉടമ്പടി 90 ദിവസം എന്നൊക്കെ ഇവിടെ അച്ഛൻ പറഞ്ഞു. 90 ദിവസമാണ് ഉടമ്പടി. ഓഗസ്റ്റ് മാസം എടുത്ത ഉടമ്പടിയാണ്. 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉടമ്പടി തീർന്നു. എങ്കിലും ഇന്ന് വരെയും ഞാൻ അതേ ഉടമ്പടി ജീവിതത്തിലാണ് തുടർന്ന്. ഇന്ന് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുകയും ചെയ്തു. ഇനിയും എൻ്റെ ജീവിതകാലം മൊത്തവും ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. എനിക്ക് മറ്റൊരു അത്ഭുതങ്ങളും ഒരു രോഗസൗഖ്യം കിട്ടിയില്ലെങ്കിലും ഉടമ്പടി ജീവിതത്തിലൂടെ എൻ്റെ ജീവിതാവസാനം വരെ കഴിയണമെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ ഇന്ന് തിരിച്ച് ദുബായിക്ക് പോവാണ്. 4 മണിക്കാണ് എനിക്ക് തിരിച്ച് വീട്ടിൽ നിന്ന് പോകേണ്ടത്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നാണ് ഈ സാക്ഷ്യം പറയാനും ഉടമ്പടി പുതുക്കുവാനും വേണ്ടി മാത്രമാണ് വന്നത്. അതുകൂടാതെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാ ചൊവ്വാഴ്ചയും ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടും. ധ്യാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ്പടി അന്ന് ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം എടുത്തുകൊണ്ടല്ല, ആ ധ്യാനമാണ് നമുക്ക് ഓരോ ദിവസവും നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ആ ധ്യാനത്തിലൂടെ കിട്ടിയ ഒരു സ്റ്റിമുലേഷൻ, ആ ഒരു ഉത്തേജനം എന്ന് പറയുന്ന പോലെ ഇന്ന് ധ്യാനം പുതുക്കിയപ്പം ഒരു പത്രിക എനിക്ക് തന്നു, നമ്മുടെ 6 നിയോഗം എഴുതണമെന്നാണ്. അപ്പോൾ ഈ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് വയറ്റിപ്പിഴപ്പിന് വേണ്ടി മാത്രമുള്ളതായിരിക്കരുതെന്ന്. അതെന്നെ ഭയങ്കരമായിട്ട് സ്പർശിക്കുകയും ഞാൻ ഈ സിസ്റ്ററിനോട് പറയുകയും ചെയ്യുകയുണ്ടായി. എൻ്റെ ഇന്നത്തെ നിയോഗമായിട്ട് എനിക്ക് ദൈവകൃപ, എല്ലാവർക്കും ദൈവകൃപ ഉണ്ടാകണമേ, എനിക്ക് ദൈവകൃപ ഉണ്ടാകണമേ എന്ന് മാത്രമാണ് ഞാൻ എൻ്റെ നിയോഗത്തിൽ എഴുതിയത്. പിന്നെ ഉടമ്പടിയിലെ നിബന്ധനകൾ പാലിക്കുന്നതിനായി ഞാൻ മാക്സിമം ശ്രമിക്കുന്നു. ഞാനിവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി പത്രങ്ങൾ ദുബായ് പള്ളിയിൽ കൊണ്ട് ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുകയും നിങ്ങൾ വായിക്കണം. ഓരോരുത്തർക്ക് കൊടുക്കും, വായിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ മേടിച്ചാൽ മതിയെന്ന് അങ്ങനെ ചോദിച്ചിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. കാരുണ്യ പ്രവർത്തികൾ ഞാൻ അതിനു മുമ്പൊന്നും ഇങ്ങനെ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ദുബായിലൂടെ നമുക്ക് കാണുമ്പോൾ ഒരു സഹായം ആവശ്യമാണ് എന്ന് മറ്റുള്ളവരെ കാണാൻ തോന്നുമ്പോൾ അവർക്ക് ചെറിയ രീതിയിലൊക്കെ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 29-ാം തിരുവചനം അരുളി ചെയ്യുന്നു, ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അത് ആത്മീയമാണ്, അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. മജ്ജൂസി തോമസ് തൻ്റെ സാക്ഷ്യം പറയുവാനും ഉടമ്പടി പുതുക്കി തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ, അതായത് തനിക്ക് കിട്ടിയ ദൈവാനുഭവത്തെ മൂടി വയ്ക്കാതെ, അത് ദീപം കൊളുത്തി താനത് പറയുടെ കീഴിൽ വയ്ക്കാതെ തനിക്ക് കിട്ടിയ ദീപസ്തംഭത്തിന്മേൽ ഉയർത്തി വെക്കേണ്ടതാണ് എന്നുള്ള ബോധ്യത്തോടെ ഈ മകൻ ഇവിടെ കടന്നു വന്ന് ഇന്ന് താൻ തിരിച്ച് ദുബായിക്ക് പോവുകയാണ്. അതിനു മുൻപ് തൻ്റെ ദൈവത്തെ താൻ അറിഞ്ഞ് അനുഭവിച്ച ദൈവിക കൃപയെ അത് പങ്കുവെച്ച്
ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി കടന്നു പോകുന്നു. തനിക്ക് കിട്ടിയ വലിയ ഒരു സൗഖ്യ അനുഭവം എന്തായിരുന്നെന്ന് ഇവിടെ വിവരിച്ചു. വ്യക്തമാണത്. ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞ് RF ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും തൻ്റെ വേദന കൂടുന്നതല്ലാതെ അതുപോലെ താൻ എടുക്കുന്ന ആൻറ്റിബയോട്ടിക് മൂലം തനിക്ക് കൂടുതൽ ക്ഷീണം തോന്നുന്നതല്ലാതെ തനിക്ക് സൗഖ്യം ലഭിച്ചില്ല. എന്നാൽ ഇന്ന് വരെ, അതായത് ഈ മകൻ ഇവിടെ എത്തുന്ന ആ മൊമെൻ്റ് വരെ തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി തൈലത്തിലൂടെ തനിക്ക് ലഭിച്ച കൃപകൾ, തനിക്ക് ലഭിച്ച സൗഖ്യാനുഭവം അത് നാം കേട്ടു. അതുപോലെ തൻ്റെ സഹോദരനുമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതകൾ 7 വർഷമായിട്ട് തൻ്റെ കുടുംബ ബന്ധത്തിൽ വന്ന വിള്ളലുകൾ, ഇത് തനിക്ക് ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുവാനായിട്ട് കഴിഞ്ഞത്? അതായത് ഉടമ്പടിയുടെ ദൈവമേ, ദാവീദിൻ്റെ പുത്ര എന്ന് വിളിച്ചുകൊണ്ട് നാം അപേക്ഷിക്കുന്ന ഒരു യാചനകളും ദൈവം നിരസിക്കില്ല. അതിന് നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തുന്ന കുറേ നിബന്ധനകൾ നമ്മോട് പറയുന്നുണ്ട്. അത് അനുഷ്ഠിക്കാനും അതനുസരിച്ച് മുമ്പോട്ട് പോകുവാനും നാം തയ്യാറാകുമ്പോൾ ദൈവം പ്രവർത്തിക്കും, പരിശുദ്ധാത്മാവ് ഇടപെടും. അങ്ങനെ ഇന്ന് തനിക്ക് സന്തോഷമാണ്, സമാധാനമാണ്. താൻ ഇതുപോലൊരു ജീവിതം താൻ ഇതിനു മുൻപ് നയിച്ചിട്ടില്ല. ഇന്ന് തനിക്ക് മറ്റ് നിയോഗങ്ങളല്ല, കൃപയാൽ നിറയണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം, കൃപ ടാപ്പ് ചെയ്യാനായിട്ടാണ് ഇന്ന് തൻ്റെ ജീവിതത്തെ താൻ ഇനി ഉടമ്പടിയിലൂടെ നയിക്കുന്നതെന്നാണ് ഇന്ന് മജു നമ്മോട് പറയുക. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനം സ്വീകരിക്കുവാനായിട്ടാണ് നാമും നമ്മുടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കേണ്ടതെന്നാണ് തിരുവചനവും നമ്മോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.